എഡ്ജും ബാറ്റിസ്റ്റയും കൂടി സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വെച്ച് ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ഉറപ്പിക്കുന്നു. എഡ്ജ് ആണെങ്കിൽ റോ ബ്രാൻഡിലും ബാറ്റിസ്റ്റ സ്മാക്ക് ഡൗൺ ബ്രാൻഡിലുമാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ അന്ന് ബാറ്റിസ്റ്റയെ തല്ലാൻ വേണ്ടി എഡ്ജ് റോ ബ്രാൻഡിൽ നിന്നും 2 മരുന്നുകളെ ഇറക്കി. അതെ, കെയ്ൻ ആൻഡ് ബിഗ് ഷോ. എങ്ങനെയാണ് ഈ ഒരു മാച്ചിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഈ ഒരു ഫ്യൂഡിലേക്ക് എത്തിയത്? എന്തിനാണ് റോ ബ്രാൻഡിൽ നിന്നും ഇവർ സ്മാക്ക് ഡൗണിലേക്ക് ബാറ്റിസ്റ്റയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. WWE അവരുടെ റൂത്ത്ലെസ് അഗ്രഷൻ എറയുടെ പീക്ക് ടൈമിൽ എത്തി നിൽക്കുകയാണ്. 2005 കാലഘട്ടം. ആ സമയത്തെ ഒരു റോ എപ്പിസോഡിൽ എറിക് ബിഷപ്പ് WWE റിംഗിലേക്ക് വരികയുണ്ടായി. അന്നത്തെ റോ ജനറൽ മാനേജർ ആയിട്ടുണ്ടായിരുന്നത് എറിക് ബിഷപ്പ് ആയിരുന്നു. ഇത് സർവൈവർ സീരീസിന്റെ സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഊഹിക്കാമല്ലോ, റോ വേഴ്സസ് സ്മാക്ക് ഡൗൺ തമ്മിലുള്ള ഫ്യൂഡാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സർവൈവർ സീരീസിലേക്ക് വേണ്ടിയിട്ടുള്ള റോ ബ്രാൻഡിലെ ടീമിനെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എറിക് ബിഷപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അത് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ സർവൈവർ സീരീസിലുള്ള മറ്റു പല മാച്ചുകളെ കുറിച്ചും എറിക് ബിഷപ്പ് സംസാരിച്ചു. ട്രിപ്പിൾ എച്ച് വേഴ്സസ് റിക് ഫ്ലെയർ തമ്മിലുള്ള ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മാച്ച്, കേർട്ട് ആംഗിൾ വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പ് മാച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. പിന്നീടായിരുന്നു റോ ബ്രാൻഡിലെ 5-on-5 സർവൈവർ സീരീസ് മാച്ചിലേക്ക് ആരെയാണ് ആഡ് ചെയ്യുക എന്നുള്ളത് എറിക് ബിഷപ്പ് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം തന്നെ 2 പേരെ എറിക് ബിഷപ്പ് ചൂസ് ചെയ്യുകയുണ്ടായി. അപ്പോഴത്തെ WWE ടാഗ് ടീം ചാമ്പ്യൻസ് ആയിട്ടുണ്ടായിരുന്ന കെയ്ൻ ആൻഡ് ബിഗ് ഷോ. അതിനുശേഷം റോ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ഷോൺ മൈക്കിൾസിനെ സെലക്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ തന്നെ കാർലിറ്റോയും ഷെൽട്ടൺ ബെഞ്ചമിനും കൂടി അവിടെ നിന്നും വഴക്കിട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ടീമിലേക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു മാച്ചും അവിടെ ഉറപ്പിക്കുകയുണ്ടായി. ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് കാർലിറ്റോ ആയിരുന്നു. അതുപോലെ റോ ബ്രാൻഡിൽ എല്ലാവരും അണിനിരുന്ന സമയത്ത് അവിടെ നമ്മുടെ റോമൻ റീൻസിന്റെ ഏട്ടനായിട്ടുണ്ടായിരുന്ന റോസിയും കൂടി ഉണ്ടായിരുന്നു. പിന്നീട് ഇവരുടെ ഈ ഒരു ടീമിനെ പിരിച്ചുവിടുന്ന സമയത്ത് എറിക് ബിഷപ്പ് എഡ്ജിനെയും ലീറ്റയെയും വിളിക്കുകയുണ്ടായി. ടാബു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഷോയിൽ എഡ്ജ് വന്നുകൊണ്ട് റോ ബ്രാൻഡിനെ മോശമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോ ബ്രാൻഡിനെ കുറിച്ച് ഞാൻ കെയർ ചെയ്യുന്നില്ല, ഒന്നിനെ കുറിച്ചും ഞാൻ കെയർ ചെയ്യുന്നില്ല, ഞാൻ ആകെ കെയർ ചെയ്യുന്നത് എന്നെ കുറിച്ച് മാത്രമാണ് എന്നുള്ളതെല്ലാം തന്നെ എഡ്ജ് അവിടെ പറയുകയുണ്ടായി. സർവൈവർ സീരീസ് ആയതുകൊണ്ടും ബ്രാൻഡുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയതുകൊണ്ടും എല്ലാവരും ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നല്ലോ. എന്നാൽ എഡ്ജ് റോ ബ്രാൻഡിനെ ഒരു വിധത്തിലും സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഫാൻസ് മുഴുവൻ അവിടെ നിന്നും ആസ് ഹോൾ ചാൻഡുകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും എഡ്ജ് റിംഗിൽ നിന്നുകൊണ്ട് പറയുകയുണ്ടായി, എനിക്ക് റോ ബ്രാൻഡിനെ ഒരു വിലയുമില്ല എന്ന്. അപ്പോൾ തന്നെ എറിക് ബിഷപ്പിന്റെ പ്രഖ്യാപനം നടന്നു, നീ അടുത്ത സ്മാക്ക് ഡൗണിലേക്ക് പോകണം. അടുത്ത സ്മാക്ക് ഡൗണിൽ നിനക്കൊരു സ്ട്രീറ്റ് ഫൈറ്റ് മാച്ച് ഉണ്ട്, അതും ആനിമൽ ബാറ്റിസ്റ്റേ ആയിട്ടാണ് നീ മാച്ച് മത്സരിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു. എഡ്ജിന്റെ മുഖത്ത് മുഴുവൻ പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും എഡ്ജിനെ കളിയാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് വിടുകയുണ്ടായി. അങ്ങനെ അടുത്ത സ്മാക്ക് ഡൗൺ ആവുകയുണ്ടായി. സ്മാക്ക് ഡൗണിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്മാക്ക് ഡൗൺ ജനറൽ മാനേജർ ആയിട്ടുണ്ടായിരുന്ന ടെഡി ലോങ്ങിനെയായിരുന്നു കാണിച്ചത്. ടെഡി ലോങ് ബാറ്റിസ്റ്റയെ പ്രശംസിക്കുകയുണ്ടായി. അപ്പോഴത്തെ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻ ആയിട്ടുള്ളത് ബാറ്റിസ്റ്റേ ആയിരുന്നു. അവിടെ എഡ്ഡി ഗെറൂറോ ഉണ്ടായിരുന്നു, റാൻഡി ഓർട്ടൺ ഉണ്ടായിരുന്നു, റേ മിസ്റ്റീരിയോ ഉണ്ടായിരുന്നു, മാറ്റ് ഹാർഡി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ അണിനിരന്നിട്ടുണ്ടായിരുന്നു. എഡ്ജ് ഇന്ന് സ്ട്രീറ്റ് ഫൈറ്റ് മത്സരിക്കാൻ വേണ്ടി വരുന്നുണ്ട്, എഡ്ജിന്റെ കൈയും കാലും തല്ലിയൊടിച്ച് നമുക്ക് ഇന്ന് പുറത്തേക്ക് വിടണം എന്നുള്ളതായിരുന്നു ടെഡി ലോങ് അവിടെ നിന്നും പറഞ്ഞത്. അങ്ങനെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് എത്തുകയുണ്ടായി. എഡ്ജ് ബാറ്റിസ്റ്റയുടെ അടുത്തേക്ക് വന്നിട്ട്, നമുക്കിതിന്റെ വല്ല ആവശ്യമുണ്ടോ? നമുക്ക് ഈ ഒരു മാച്ച് നടത്തേണ്ട ആവശ്യമില്ലല്ലോ, ഇത് ക്യാൻസൽ ചെയ്തൂടെ എന്നുള്ളത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ബാറ്റിസ്റ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിന്നെ പോലെയല്ല ഞാൻ, ഒരു മാച്ചിന് ഞാൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എന്തായാലും നടത്തിയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ഈ ഒരു മാച്ചിൽ നിന്നും ഞാൻ എന്തായാലും തിരിച്ചുപോക്കുണ്ടായിരിക്കില്ല എന്നുള്ളതും ബാറ്റിസ്റ്റ അവിടെ പറയുകയുണ്ടായി. അങ്ങനെ ആ ഒരു സ്മാക്ക് ഡൗണിന്റെ മെയിൻ ഇവന്റായി. എഡ്ജ് വന്നു, ബാറ്റിസ്റ്റ വന്നു, എല്ലാവരും ബാറ്റിസ്റ്റയെ ചിയർ ചെയ്യുകയായിരുന്നു. എഡ്ജിനെ എല്ലാവരും കൂവി വിളിക്കുകയായിരുന്നു. എഡ്ജ് അപ്പോഴേക്കും എൻട്രൻസിന്റെ ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു എൻട്രൻസ് റാമ്പിൽ വന്ന് നിൽക്കുകയുണ്ടായി. എന്നിട്ട് സ്ക്രീനിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാറ്റിസ്റ്റയ്ക്ക് സ്ക്രീൻ കാണിച്ചു കൊടുത്തു. ആ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ആയിരുന്നു, മറ്റൊന്നുമല്ല. ടെഡി ലോങ്ങും 2 സെക്യൂരിറ്റികളും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് മുൻപിലേക്ക് എറിക് ബിഷപ്പ് വന്നു നിന്നു. ടെഡി ലോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇത് സ്മാക്ക് ഡൗൺ ആണ്, എഡ്ജിനെ മാത്രം ഇങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലാതെ നിന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടല്ല എന്ന്. അപ്പോഴത് ആ 2 സെക്യൂരിറ്റികളെയും ക്രിസ് മാസ്റ്റേഴ്സ് വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. സെക്യൂരിറ്റികളെ മാത്രമല്ല, ടെഡി ലോങ്ങിനെയും ക്രിസ് മാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സ്മാക്ക് ഡൗൺ ടീം മുഴുവൻ വന്നുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടിയപ്പോഴേക്കും എറിക് ബിഷപ്പും ക്രിസ് മാസ്റ്റേഴ്സും കാറിൽ കയറി രക്ഷപ്പെടുകയുണ്ടായി. ഇവരുടെ പുറകെ JBLന്റെ ലിമോസിനിൽ കൂടെ അവർ വെച്ചു പിടിച്ചു. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് ബാറ്റിസ്റ്റ റിംഗിൽ നിന്നിട്ടുണ്ടായിരുന്നു. ബാറ്റിസ്റ്റയ്ക്ക് നന്നായിട്ട് ദേഷ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഡ്ജ്, ഞാനല്ല വരാൻ വേണ്ടി പോകുന്നത് അവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻട്രൻസിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അതാ വരുന്നു കെയ്ൻ. മാത്രമായിരുന്നില്ല, അടുത്തതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത് ബിഗ് ഷോയുടെ എൻട്രൻസ് മ്യൂസിക് ആയിരുന്നു.
ഉണ്ടായിരുന്നു. ഫാൻസിന്റെ ഇടയിലൂടെ ബിഗ് ഷോ നടന്നു വന്നു. അങ്ങനെ ബിഗ് ഷോയും കെയ്നും ബാറ്റിസ്റ്റയെ അറ്റാക്ക് ചെയ്യുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്ന സമയം രണ്ടുപേരും ഒരുമിച്ച് റിങ്ങിലേക്ക് കയറി. പക്ഷേ ബാറ്റിസ്റ്റ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ബിഗ് ഷോയെയും കെയ്നെയും അറ്റാക്ക് ചെയ്യുകയുണ്ടായി. പക്ഷേ ബാറ്റിസ്റ്റയ്ക്ക് ഒറ്റയ്ക്ക് നടന്നില്ല. ഇവർ രണ്ടുപേരും കൂടി ബാറ്റിസ്റ്റയെ അടിച്ച് സൈഡാക്കി. ബാറ്റിസ്റ്റയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫുനാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഫുനാക്കി കിട്ട് ബിഗ് ഷോയുടെ വക ഒരു ചോക്ക് സ്ലാം കൊടുത്തു. ചെറിയ റെസ്ലേഴ്സ് എല്ലാം തന്നെ വന്നപ്പോഴേക്കും കെയ്നും ബിഗ് ഷോയും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ഹാർഡ് കോർ ഹോളിക്കിട്ട് ഒരു സ്പിയർ കൊടുക്കുകയുണ്ടായി. വീണ്ടും ചെറിയ റെസ്ലേഴ്സ് വന്നപ്പോൾ വീണ്ടും അവരെ എടുത്ത് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ഏറ്റവും അവസാനം ബാറ്റിസ്റ്റയെ റിങ്ങിന്റെ സെൻട്രൽ വെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്തിട്ടിട്ടായിരുന്നു കെയ്നും ബിഗ് ഷോയും എഡ്ജും പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് സ്മാക്ക് ഡൗൺ ടീം റോ ബ്രാൻഡിലേക്ക് പോയി അവിടെ ഒന്നടങ്കം അടിച്ചു പൊളിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ WWE ശരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് അടുത്ത റോ എപ്പിസോഡിൽ നടന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അടുത്ത റോ എപ്പിസോഡ് ഒരു റെസ്ലറിന്റെ ട്രിബ്യൂട്ട് ഷോ ആയി മാറുകയായിരുന്നു. അതെ, ഒരു റെസ്ലർ മരണപ്പെട്ടിരിക്കുന്നു. മറ്റാരുമായിരുന്നില്ല, എഡ്ഡി ഗെറൂറോ ആയിരുന്നു. ഈ കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന എഡ്ഡി ഗെറൂറോ തൊട്ടടുത്ത റോ എപ്പിസോഡ് ആയപ്പോഴേക്കും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആ ഒരു ഷോ മുഴുവൻ എഡ്ഡി ഗെറൂറോയ്ക്ക് ഒരു ട്രിബ്യൂട്ട് ആയിക്കൊണ്ട് റോ ബ്രാൻഡിലെയും സ്മാക്ക് ഡൗൺ ബ്രാൻഡിലെയും സൂപ്പർ സ്റ്റാറുകൾ വന്നുകൊണ്ട് നടത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പണ്ട് മുതൽ WWE കണ്ടു വളർന്നിട്ടുള്ള ഒരാൾക്കും മറക്കാൻ പറ്റാത്തൊരു കാഴ്ച തന്നെയായിരുന്നു എഡ്ഡി ഗെറൂറോയുടെ മരണവും. എഡ്ഡിയുടെ മരണത്തിന് ശേഷം WWEയുടെ സൂപ്പർ സ്റ്റാറുകൾ മുഴുവൻ അണിനിരന്നുകൊണ്ട് അവിടെ നിന്ന് കരയുന്ന ആ ഒരു കാഴ്ചയും. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ക്രിസ് ബെൻവേ ആയിരുന്നു. ക്രിസ് ബെൻവ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞത് നമുക്ക് എല്ലാവർക്കും തന്നെ ഓർമ്മയുണ്ടായിരിക്കും. ആ ആഴ്ചയിലെ റോയും ആ ആഴ്ചയിലെ സ്മാക്ക് ഡൗണും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എഡ്ഡി ഗെറൂറോയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു. എത്രത്തോളം ഫ്യൂഡുകൾ വെച്ച് പുലർത്തുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ WWEക്ക് സ്റ്റോറി ലൈൻ നോക്കാതെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പിന്നീട് ആകെ ഒരൊറ്റ ആഴ്ച മാത്രമേ സർവൈവർ സീരീസിലേക്ക് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് WWEക്ക് വലിയ രീതിയിലൊന്നും പവർ കൊടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോറി ലൈൻ കൊണ്ട് സാധിച്ചിട്ടില്ലായിരുന്നു.